ഹലോ, നവംബർ ഡിസംബറിലെ ഒരു സീസൺ ഫ്രൂട്ടായിട്ട് കിട്ടുന്ന ഫ്രൂട്ടാണ് സ്ട്രോബെറി. ആ സ്ട്രോബെറി വെച്ചിട്ട് നമുക്കൊരു ജാം ഉണ്ടാക്കിയാലോ? 250 ഗ്രാമിന്റെ 3 പാക്കറ്റ് ഫ്രഷ് സ്ട്രോബെറിയാണ് ഞാൻ ഇവിടെ ജാം ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. സ്ട്രോബെറി മുങ്ങിക്കിടക്കണ അത്ര നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പിന്നീട് 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം ഈ ഉപ്പ് വെള്ളം ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഇത് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. സ്ട്രോബെറി എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജാം ഉണ്ടാക്കാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ പാത്രം നല്ല തിക്കായിരിക്കണം, കുറച്ച് വലിപ്പം ഉള്ളതായിരിക്കണം. 1/2 കപ്പ് ഷുഗറാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു മീഡിയം വലിപ്പത്തിലുള്ള ലെമണിൻ്റെ ജ്യൂസും ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. ഞാൻ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി ഉപയോഗിക്കാം. പക്ഷേ മിക്സിയിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കരുത്. കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അതിൽ ഉണ്ടായിരിക്കണം. ഇതുപോലെയാണ് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിത് സ്റ്റവിലേക്ക് മാറ്റാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്ക് ജാം തയ്യാറാക്കിയെടുക്കാൻ. ഈ ടൈമിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഷുഗർ കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ വലിയ കയ്യിലെടുത്തോളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ബബിള് പോലെ നമ്മുടെ കയ്യിലേക്ക് വന്നിട്ട് തെറിച്ച് വരും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിയ ബൗൾ എടുക്കാനും പറഞ്ഞത്. കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. ഏകദേശം ഒരു തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് കുറച്ചൊന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് താഴത്തേക്ക് ഇങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ട്. പക്ഷെ ഇത് വരുന്നുണ്ട്, വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ താഴത്തേക്ക് വരുന്നത്. അപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഓൾറെഡി ജാമിൻ്റെ ടെക്സ്ചറിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്ത പോലെ തന്നെ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഒന്നുമില്ല, നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക ആയിട്ടുണ്ടോയെന്ന്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം, ഒന്ന് തണുത്തോട്ടെ. തണുത്തതിന് ശേഷം നല്ല ക്ലീൻ ചെയ്ത ഗ്ലാസ് ജാറിലേക്കോ കണ്ടെയ്നറിലേക്കോ മാറ്റാം. തണുത്തതിന് ശേഷം ഞാനൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ബണ്ണിലോ ബ്രെഡിലോ നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കാം. കുറച്ച് ബട്ടറിൽ ജാം മിക്സ് ചെയ്തിട്ടാണ് ബണ്ണിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. സ്ട്രോബെറി കിട്ടുമ്പോൾ ഇതേപോലെ ജാം ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഒരു 6 മാസമെങ്കിലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് വെക്കുക, കേടുകൂടാതെ ഇരുന്നോളും. അപ്പോൾ ഇനി അടുത്ത ആഴ്ച പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ.